ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ചെറുതായി മഴ ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വരാൻ കാരണം, ഇന്നലെ രാത്രി ഭയങ്കര മഴയും കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരം വീണ് എടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാത്രി അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി ഭയങ്കര മഴയുടെയും കാറ്റിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങനത്തെ സൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഇത് വീണ സൗണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ ഉമ്മ പറയാണ് ഇതിങ്ങനെ വീണ് കിടക്കേണ്ടതെന്നൊക്കെ. അപ്പം ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടോ. അതേ അവിടെ ആ ഒരു മതിലൊക്കെ പൊളിഞ്ഞ് കിടക്കേണ്ട ഈ മരം വീണിട്ട് അവിടെ ഒരു കുഞ്ഞ് ഗേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതും വീണ് കിടക്കുന്നുണ്ട്. ഇന്ന് മാർച്ച് 27 ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ആക്കാൻ ഇപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ടല്ല, ഒരു 1 വീക്കായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്ത് പോകാനും ഗിഫ്റ്റ് വാങ്ങിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനെ സർപ്രൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും മോത്തിയും കൂടിയിട്ട് ഗ്രോസറി പോകട്ടാം. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിതേ ഈ ഗ്രോസറിക്ക് പോണ വഴിക്കൊന്നും ആരെയും കാണാനില്ല, ആൾക്കാരൊന്നും കാണില്ല. അപ്പോൾ ഇതേ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് കേട്ടോ ഗ്രോസറി. അപ്പം ഞങ്ങളിതേ അവിടേക്ക് നടക്കുകയാണ്. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇതേ ഈ ഗ്രോസറി അടച്ചിട്ടേക്കാണ് കേട്ടോ. കഷ്ടപ്പെട്ടിട്ട് ആ മരം കടന്ന് ഇവിടെ വരെ വന്നിട്ട് അത് അടച്ചിട്ടേക്കാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, തിരിച്ചു പോവാ. First time you are coming in my video. This is Moti. I'm introducing Moti. Hello. അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹ്മൂസ് ഗുത്തൈഫി എന്നാണ് കേട്ടോ ഈ ഒരു റൈസിൻ്റെ പേര്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനിൽ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് 4 സവോള ചെറുതായി അരിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളിങ്ങനെ വഴന്ന് വന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതേ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ തൊലി കൊടുക്കനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു കട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫുൾ ചിക്കനായിട്ടാണ് വെക്കണത്. പിന്നെ ഇതേ നമ്മളിതിലേക്ക് കുറച്ച് സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ 2 ഡ്രൈ ലെമൺ, അതേപോലെ തന്നെ 2 മാഗി ക്യൂബ്സും കൂടിയിട്ട് ഇങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഒരു 3 ഗാർലിക്ക് അങ്ങനെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അതും, പിന്നെ ഒരു 4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അറബിക് മസാല കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ 3 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു 5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേ ചിക്കനെ ഈ ഒരു വെള്ളത്തിൽ നന്നായി കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബട്ടറിൽ ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഇതേ ഈ ഒരു മൊരിഞ്ഞ രീതിയിലുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതേ ഈ വെള്ളത്തിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. കാരണം ഇതിലാണ് നമ്മളിനി റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ 20 മിനിറ്റ്സ് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ റൈസ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റൈസൊക്കെ കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ റൈസ്. അപ്പോൾ ഞാൻ ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്യണത്. ആദ്യം തന്നെ ഈ ഒരു റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫുൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നല്ല അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനായാലും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇതിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഗാർലിക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അതും കൂടി കൂട്ടി കഴിക്കുക എന്നുള്ളതാണ്. ഇതിലേക്ക് ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇക്കുവിനെ വിളിച്ചിട്ട് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഹാപ്പി ആനിവേഴ്സറി. ഇതാണ് എൻ്റെ ആനിവേഴ്സറി ഗിഫ്റ്റ്. മഹ്മൂസ് ഗുത്തൈഫി. ഫസ്റ്റ് ഈ ഇതെടുത്തിട്ടില്ലേ ഇങ്ങനെ അമർത്ത്, അതാണ് ഇതിൻ്റെ മെയിൻ സാധനം.
ഗാർലിക്കാ ഇങ്ങനെ അമർത്താനാ ഒന്നിച്ച് ഇങ്ങനെ അമർത്തും അപ്പൊ അതിങ്ങനെ പുറത്തേക്ക് വരും. നല്ല ചൂടാണ് അത് ഇതിൽ കൂട്ടി കഴിക്കണ സംഭവം. ഇവിടെ നമ്മളിത് ഇങ്ങനെ വിളമ്പുമ്പോ അതിന്റെ കൂടെ ഈ സാധനം കൂടി വേണം കഴിക്കണം. റൈസ് എടുക്കും ഇനി ഗാർലിക് ഇട്ടു. നല്ല ചൂട് മാത്രം കൂട്ടിയാണ് ഒരു വേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലി കഴിക്കണ ആ ടേസ്റ്റ് ഒന്നല്ല, മന്തിയുടെ ടേസ്റ്റ് ഒന്നല്ല, ഡിഫറെന്റ്. മന്തിയുടെ തന്നെ വേറൊരു സംഭവമാണ്. അറബിക് റൈസാ. You like it? Yeah, good. ചിക്കൻ എങ്ങനെയുണ്ട്? രണ്ട് മസാല അടിപൊളിയാണ്. സെയിം മസാല തന്നെ. ചിക്കൻ വേവിച്ച ഇതിലാണ് റൈസ് വേവിച്ചത്. ഇനി ഉമ്മ കഴിച്ചിട്ട് അഭിപ്രായം പറയും. എങ്ങനെയുണ്ട്? രസമുണ്ടോ? മന്തിയുടെ ടേസ്റ്റാ? ഇത് കുറച്ച് ഇതുണ്ട് മസാല ഒക്കെ. ഇത് നമ്മൾ മോത്തിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് വയറ് നിറയെ കഴിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മധുരത്തിന് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ ഞാനിവിടെ മഗ് കേക്ക് കണ്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു മഗ്ഗിൽ ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടിയത് വാനില എസൻസ് ആണ്. അതിവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇക്കൂനെ കടയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ വാങ്ങിച്ചപ്പോൾ എന്തായാലും കവർ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് കൊടുന്നിട്ടുണ്ട് കേട്ടോ, സർപ്രൈസ് ആക്കിയിട്ട്. അങ്ങനെ ഞാനിതേ ഒരു മൂടി വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ഞാനിപ്പോൾ 3 മഗ്ഗിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെയാണ് ഞാൻ കാണിക്കുന്നുള്ളൂ, എല്ലാം കൂടി കാണിച്ചിട്ട് ബോറടിപ്പിക്കണ്ടല്ലോ. പിന്നെ അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ആഡാക്കി കൊടുത്തിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേക്ക് സെറ്റായി വരുമ്പം നമുക്കിങ്ങനെ കോരി കഴിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ചോക്ലേറ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ചോക്ലേറ്റ് നടുവിലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് പീസ് ഇട്ട് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെൽറ്റഡ് ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ജസ്റ്റ് മുകളിലും ഒന്ന് ചോക്ലേറ്റ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചോക്ലേറ്റ് മഗ് കേക്ക് ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി അതൊക്കെ കഴിച്ച് പിന്നെ റുവ ബേബിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും ആനിവേഴ്സറി അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇക്കും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ 2 ബേബീസും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇതേ
ആകാശമൊക്കെ ഭയങ്കര മഴക്കാറ് ഉള്ള പോലെ മൂടി കിടക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രൗസറും കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, ബിഗ് ബോയല്ലോ. ഭംഗിണ്ടാന്ന് അടിപൊളി ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ, സൂപ്പർ ഉടുപ്പിട്ടിട്ടുണ്ട്. അയിനെ വിളിക്ക്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് മിക്സർ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ടൈം ഇതേ ഞാൻ അയിൻ ബേബിനെയും കളിപ്പിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറിയിട്ട് അവനായിട്ട് കളിപ്പിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ടി വിയിൽ എന്തെങ്കിലും കാണാമെന്നുള്ള രീതിയിൽ വ്ളോഗുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളോത്തിൻ്റെ ഒരു പുതിയ വ്ളോഗ് കണ്ട്, അപ്പോൾ പിന്നെ അതിരുന്ന് കണ്ട്. പിന്നെ ഇതേ ഉമ്മ ബേബിനായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. അയിനു ബേബിയേ, ടക്കര ബേബി എവിടെ? മന നോക്കണക്ക്. പിന്നെ രാത്രി ആയപ്പോൾ ഡിന്നറിന് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇൻഡോമി നൂഡിൽസ്. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി കഴിച്ച്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.